സതബീസിൽ ഒരു ലേലം നടന്നു. ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിങ്ങിന്റെ AI ഗോഡ് എന്ന പോർട്രേറ്റ് കോടികൾക്ക് ലേലത്തിൽ പോകുകയും ചെയ്തു. 1.5 കോടി വരെ പ്രതീക്ഷിച്ചിരുന്ന പോർട്രേറ്റ് ഒടുവിൽ 9 കോടിക്ക് മുകളിലാണ് ലേലത്തിൽ പോയത്. ലേലത്തിൽ ഒരു ചിത്രത്തിന് 9 കോടി ചിലവാക്കുന്നത് അത്ര വലിയ കാര്യമല്ല. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രത്യേകതയുണ്ട്. AI ഗോഡിന്റെ സൃഷ്ടാവ് പേര് പോലെ തന്നെ ഒരു AI ആണ്. അൾട്രാ റിയലിസ്റ്റിക് ഹ്യൂമനോയിഡ് റോബോട്ട് ആർട്ടിസ്റ്റായ ഐഡയുടെ കലാസൃഷ്ടിയാണ് അലൻ ട്യൂറിങ്ങിന്റെ ഈ പോർട്രേറ്റ്. ഒരു മനുഷ്യ സ്ത്രീയെ പോലെ തന്നെയാണ് ഐഡയും. ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന എയ്ഡ ലവ്ലേസിന്റെ പേരിൽ നിന്നാണ് ഐഡയ്ക്ക് തന്റെ പേര് ലഭിച്ചത്. പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഹൗസിൽ നിന്ന് ഒരു റോബോട്ട് വരച്ച സൃഷ്ടി ഇത്രയും രൂപയ്ക്ക് ലേലത്തിൽ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതിനെ കലാലോകത്തേക്കുള്ള AIയുടെ ഒരു സമ്പൂർണ്ണ പ്രവേശനമായി കാണുന്നവരുണ്ട്. എന്നാൽ മനുഷ്യനിർമ്മിത കലയെ വില കുറച്ച് കാണാൻ കഴിയുന്ന ഒരു ഡിസ്റ്റോപ്യൻ ട്രെൻഡിന്റെ തുടക്കമാണിതെന്ന് മറ്റു ചിലർ ആശങ്കപ്പെടുന്നു. റോബോട്ടുകൾ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം അവ ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾ കൂടുതൽ വിശ്വസനീയമാണ് എന്ന് ഐഡയുടെ സൃഷ്ടാവും ഐഡ റോബോട്ട് സ്റ്റുഡിയോയുടെ ഡയറക്ടറുമായ എയ്ഡൻ മെല്ലർ പറഞ്ഞു. സർഗാത്മകതയുടെ ഒരു സുവർണ കാലഘട്ടമായിട്ടാണോ അതോ മനുഷ്യനിർമ്മിത കലയുടെ തകർച്ചയുടെ ആരംഭമായിട്ടാണോ ഐഡയുടെ കലാമേഖലയിലേക്കുള്ള ഈ വരവ് എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. ഇംഗ്ലണ്ടിലെ കോൺവാൾ ആസ്ഥാനമായുള്ള ഒരു റോബോട്ടിക്സ് കമ്പനിയുമായി ചേർന്ന് 2019 ഐഡയെ മെല്ലർ നിർമ്മിച്ചത്. കലാസൃഷ്ടികൾ ആരംഭിക്കുന്നതിന് മുൻപ് പെയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഐഡ തൻ്റെ സൃഷ്ടാക്കളുമായി ചർച്ച ചെയ്യാറുണ്ട്. AIയെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കിടയിൽ AIയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തി എന്ന നിലയിൽ അലൻ ട്യൂറിങ്ങിനെ ഐഡ പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ AI ഗോഡ് എന്ന പോർട്രേറ്റ് സൃഷ്ടിക്കപ്പെട്ടു. ട്യൂറിങ്ങിന്റെ 15 പെയിന്റിങ്ങുകൾ ഐഡ വരച്ചു. വ്യത്യസ്തമായ ഈ പെയിന്റിങ്ങുകളിൽ നിന്ന് ഒടുവിൽ 3 തിരഞ്ഞെടുത്തു. ഐഡയ്ക്ക് തൻ്റെ കൈകൾ ഉപയോഗിച്ച് ഒരു ചെറിയ ക്യാൻവാസിൽ മാത്രമേ വരയ്ക്കാൻ സാധിക്കൂ. അതിനാൽ അവസാന ചിത്രം 3D ടെക്സ്ചർ പ്രിന്റർ ഉപയോഗിച്ച് ഒരു വലിയ ക്യാൻവാസിലേക്ക് അച്ചടിക്കുകയായിരുന്നു. അലൻ ട്യൂറിങ് 1947 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ലെക്ചർ ലണ്ടനിൽ നൽകിയിരുന്നു. അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുകയും സ്വന്തം നിർദ്ദേശങ്ങൾ മാറ്റാൻ സാധിക്കുകയും ചെയ്യാൻ പ്രാപ്തിയുള്ള യന്ത്രങ്ങളെ പറ്റി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതേ ട്യൂറിങ്ങിന്റെ പോർട്രേറ്റ് ഒരു യന്ത്രം വരച്ച് ലോക ശ്രദ്ധ നേടിയത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നത് വലിയൊരു ചോദ്യമാണ്. ആശങ്ക കലർന്ന ആ ചോദ്യം എത്തി നിൽക്കുന്നത് മനുഷ്യന്റെ ചിന്തകളുടെ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് AI ആയിരിക്കാം എന്നതിലാണ്. അത് ഇന്നത്തെ ഭൂരിപക്ഷം മനുഷ്യ സമൂഹത്തെ ഭയപ്പെടുത്തുന്നു. മനുഷ്യന്റെ ചിന്തകൾ ഒരു പരിധി വരെ ഉപയോഗശൂന്യമായ ഒന്നായി തീരുകയും AIയുടെ നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് തൻ്റെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യർ ആശങ്കപ്പെടുന്നു. പ്രവചനാതീതമായ ആശങ്കയിലാണ് ലോകമെന്നത് യാഥാർത്ഥ്യം. കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. സാങ്കേതിക വളർച്ചയുടെ സമാന്തരമായി അതിൻ്റെ അപകടവും സഞ്ചരിക്കുന്നു.